അല്ല, ഞാനും പുറത്തേക്കുണ്ടെങ്കിലേ. എനിക്ക് ഒരു കുപ്പി വെള്ളം കൂടി വാങ്ങി വെക്കണം. എന്നാ നീ പോയി വാങ്ങിച്ചിട്ട് വാ, ഞാൻ നിൽക്കാം. അല്ല, അത് കുഴപ്പമില്ലെങ്കിലേ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. അതല്ല, അമ്പടി തനിച്ചല്ലേ രഘു, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അത് സാരല്ലെങ്കിലേ, അവൾ ഉറങ്ങുകയല്ലേ, ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. ശരി, എന്നാ വാ. മാഷേ, 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 എന്തു പറ്റി മാഷേ? പെയിൻ ഉണ്ടോ മാഷേ? എന്തു പറ്റി? ഒന്നുമില്ല മാഷേ, ഒന്നുമില്ല. ഒന്ന് റിലാക്സ് ആവും. ആ ഡോക്ടറെ, ICU ന്നാണേ, ഒന്ന് വേഗം പറഞ്ഞേ. മാഷേ, കുഴപ്പമൊന്നുമില്ല മാഷേ. എന്തുപറ്റി? ഓക്സിജൻ കൊടുക്കാൻ നോക്ക്. അനന്ത മാഷേ, അനന്ത മാഷേ, മാഷേ, അനന്ത മാഷേ, മാഷേ, ഒന്നുമില്ല മാഷേ, റിലാക്സ് മാഷേ, റിലാക്സ് മാഷേ, മാഷേ. Oh my God. എന്റെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്. അച്ഛാ, എനിക്ക് എന്റെ അച്ഛനെ കാണണം. അച്ഛാ, 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 ഡോക്ടറെ ഒന്ന് തുറക്കോ. അച്ഛാ, അച്ഛാ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നിങ്ങൾ എന്തേ കാണിക്കുന്നേ? അച്ഛനെ കാണണമായിരുന്നു. എനിക്ക് അവിടെ പോകാൻ പറ്റില്ല. ഒന്നും കുഴപ്പമില്ല. പറയുന്ന കേക്ക്. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന കേക്ക് ഒന്ന് കാണണമായിരുന്നു. ഇങ്ങനൊന്ന് കണ്ടോട്ടെ. കയറാൻ പറ്റില്ല. ഡോക്ടറെ, എനിക്ക് അച്ഛനെ ഫ്രണ്ട്. എവിടെയാണ് ബഹളം വെക്കുന്നത്? എനിക്ക് അച്ഛനെ കണ്ടാ മതി, ഞാനൊന്ന് കണ്ടോട്ടെ. ഈ സമയത്ത് ICUയിൽ കയറി പേഷ്യന്റ് കാണാൻ പറ്റില്ല. അച്ഛാ, അയ്യോ, എന്റെ അച്ഛനെ ഒന്ന് കാണിക്കില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചാകും. അച്ഛാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഞാൻ പറയുന്ന പ്ലീസ്, എനിക്ക് അച്ഛനെ ഒന്ന് കാണിച്ചതാ, എനിക്കൊന്ന് കണ്ടാ മതി. അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്. എന്റെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്. പറ്റിയിട്ടുണ്ട്. എന്റെ അച്ഛനൊന്ന് കാണുന്ന ICU കിടക്കുന്ന മാഷിന്റെ കാര്യമാണ് പറയുന്നേ. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. ഇവർക്കെന്തോ മാനസിക പ്രശ്നമാണെന്ന് തോന്നുന്നു. അല്ല രഘുവേട്ടാ, ഞാൻ കണ്ടതാ. ഡോക്ടർ അച്ഛനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് രക്ഷിക്കാൻ പറ്റിയില്ല രഘുവേട്ടാ. ഇവരൊക്കെ പറയുന്ന കേക്ക്. ഡോക്ടർ അകത്തുണ്ട് രഘുവേട്ടാ. രഘുവേട്ടനൊന്ന് ചോദിച്ചു നോക്ക്, അദ്ദേഹം പറയുമല്ലോ. ഡോക്ടർ ഒന്നും വന്നിട്ടില്ല. ഇവർക്ക് വെറുതെ തോന്നിയതാണ്. അല്ല, അല്ല അച്ഛാ, ഒക്കെ നിന്റെ തോന്നല. ഞാൻ പുറത്തു പോകുമ്പോ നീ നല്ല ഉറക്കമായിരുന്നു. നീ വല്ല ദുസ്വപ്നം കണ്ടായിരിക്കും. അയ്യോ അല്ല രഘുവേട്ടാ, എല്ലാരും കൂടെ എന്നെ ഭ്രാന്തിയാക്കല്ലേ. ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണിച്ചതാ. പ്ലീസ്, എനിക്ക് ദൂരെ ഒന്നൊന്ന് കണ്ടാ മതി. നീ സമാധാനിക്ക്, ഞാൻ സംസാരിക്കാം. ഡോക്ടറെ, അമ്മാവനൊന്നും ദൂരത്തുനിന്ന് കണ്ടാലേ ഇവളുടെ സംശയം മാറും. പ്ലീസ് ഒന്നുകൊണ്ട് കാണിച്ചോളൂ. സിസ്റ്ററെ, അകത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കണ്ട. ഇല്ല, അവൾ ദൂരത്തുനിന്ന് കാണും. എന്നാ കൂട്ടിക്കൊണ്ടു പോ. വരൂ. നീ സമാധാനിക്കും. അമ്മ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടല്ലേ? എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് പോകണ്ട കേട്ടോ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ പറയുന്നേക്ക്. എടിതേ, അമ്മ ശ്വാസം വലിക്കുന്നുണ്ടല്ലേ?
അച്ഛൻ്റെ അടുത്ത് പോകണം രഘുവേട്ടാ. സിസ്റ്റർ ഒന്ന്. എടി അമ്പിളി, നീ നോക്കി, നിന്റെ മനസ്സിലെന്തോ ആശങ്ക കാരണം നീ ദുസ്വപ്നം കണ്ടതാ അമ്പിളി. അല്ല, എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് പോകണം. ഒന്ന് തുറക്ക് സിസ്റ്ററെ. അമ്പിളി, അയ്യോ, ഒന്ന്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ല രഘുവേട്ടാ. എടി അമ്മ ഒരു കുഴപ്പമില്ല, ഞാൻ പറയുന്ന കേക്ക്. അച്ഛാ. എടി നിന്ന് സമാധാനിക്ക്. എനിക്ക് എന്റെ അച്ഛനെ കാണണം അമ്പിളി, രഘുവേട്ടാ. നീ വന്നേ. ചേച്ചി കേറാൻ പറ്റില്ല. അമ്പിളി, ഒച്ചയെടുക്കല്ലേ അമ്പിളി, നിങ്ങള്? എടി, ഞാൻ പറയുന്നത് നീ കേൾക്കാതെ. അച്ഛനെ കാണണം രഘുവേട്ടാ. എനിക്ക് ഇപ്പൊ അകത്തേക്ക് പോകാൻ പറ്റില്ല. അതിലെ ദൂരത്തുനിന്ന് കാണാൻ പറഞ്ഞേ. എടി നീ ഒന്ന് സമാധാനത്തോടെ നോക്ക്. അമ്മ ഒരു കുഴപ്പമില്ല. എനിക്ക് അമ്പിളി, അമ്പിളി,